ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കൽപ്പാത്തി രഥോത്സവം കേട്ടോ. കൽപ്പാത്തി രഥോത്സവം, നിങ്ങൾ കൽപ്പാത്തി രഥോത്സവം കണ്ടിട്ടുണ്ടോ? അതിൻ്റെ തേരാണ് കേട്ടോ ഈ കാണുന്നത്. ഇന്ന് രഥോത്സവമാണ്. കൽപ്പാത്തിയിലെ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലാണ് ഞാനുള്ളത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഈ കാണുന്നതാണ് നമ്മുടെ രഥോത്സവത്തിൻ്റെ രഥമാണ് കേട്ടോ. ഈ രഥമാണ് നമ്മൾ എഴുന്നള്ളിക്കുന്നത്. അതിന് വളരെ ഭംഗിയായിട്ട് ഇതാണ്ടോ, ഇത് കൊലകൾ ഉണ്ടാവും, തൂക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്നാണെങ്കിൽ വാഴ, അതുപോലെ തന്നെ ഒരുപാട് ഡെക്കറേഷൻസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇതിലുള്ളത്. ലോകത്തിൽ തന്നെ വളരെ 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 പ്രശസ്തമായിട്ടുള്ള ഒരു രഥോത്സവമാണിത്. ഈ രഥോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൽപ്പാത്തിയിലാണ്, പാലക്കാട് കൽപ്പാത്തിയിലാണ് കേട്ടോ ഇതുള്ളത്. നമ്മുടെ പാലക്കാട് കൽപ്പാത്തിയിലുള്ള ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലാണ് ഞാനുള്ളത്. സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായിട്ടുള്ള ലക്ഷ്മി നാരായണനും, അതായത് ശ്രീകൃഷ്ണൻ, അതോടുകൂടിയിട്ട് നമ്മുടെ മഹാലക്ഷ്മിയും കൂടിയിരിക്കുന്ന കുടികൊള്ളുന്ന ഒരു സ്ഥലമാണ് ലക്ഷ്മി നാരായണ ക്ഷേത്രം. കൽപ്പാത്തിയിലാണ് കേട്ടോ ഉള്ളത്. ഹലോ, ഇവിടുത്തെ തിരക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് ലോകത്തിലെ അതിപ്രശസ്തമായിട്ടുള്ള ഹെറിറ്റേജ് നഗരം കൂടിയാണ് കേട്ടോ ഇത് നമ്മുടേത്. അതായത് കൽപ്പാത്തിയിലെ ഹെറിറ്റേജ് നഗരം, അതായത് കൽപ്പാത്തി രഥോത്സവത്തിലാണുള്ളത്. അതിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പേരിങ്ങനെ രഥം വലിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതാണ് രഥം കേട്ടോ, കണ്ടോ? ഇതാണ് ഒരുപാട് വളരെ മനോഹരമായിട്ടുള്ള രഥമാണ് കാണുന്നത്. നിങ്ങൾക്ക് വന്നിട്ട് എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റില്ല. രഥോത്സവത്തിന് മാത്രമാണ് കേട്ടോ ഈ രഥം ഇങ്ങനെ എഴുന്നള്ളിക്കുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ ഓരോ അഗ്രഹാരങ്ങളിൽ ഇത് എന്തുണ്ടാവും, ഇതിങ്ങനെ സൂക്ഷിക്കുകയാണ് ചെയ്യുക. ആ സൂക്ഷിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ ഈ സമയമാകുമ്പോഴത്തേക്കും ഉത്സവത്തിൻ്റെ സീസൺ ആകുമ്പോൾ ഇതുപോലെ തന്നെ നല്ല ഭംഗിയാക്കിയിട്ട് ഇതേപോലെ രഥോത്സവത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക കേട്ടോ. ഇതാണ് നമ്മുടെ കൽപ്പാത്തിയിലെ രഥോത്സവത്തിലാണ് ഞാനുള്ളത് കേട്ടോ. കണ്ടില്ലേ? ഹലോ, ഇതാണ് കൽപ്പാത്തിയിലെ രഥോത്സവം. ഓക്കെ, താങ്ക് യു ഓൾ.